സിവിൽ എഞ്ചിനീയറിംഗ്, വലിയ പാലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന മേഖലയാണല്ലോ. അപ്പോൾ ഇതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് AI ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നുവെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഒരു പവർ പോയിന്റ് സംഗ്രഹമുണ്ട്, പിന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ളൊരു ലേഖനവും. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ വലിയ നിർമ്മിതികളെ AI എങ്ങനെ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കുന്നു എന്ന് നമുക്കൊന്ന് ആഴത്തിൽ സംസാരിക്കാം. തീർച്ചയായും. ഈ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഭയങ്കര കോംപ്ലക്സ് ആണ്. ഒരുപാട് ഡാറ്റ വരും, പിന്നെ കൃത്യമായ കണക്കുകൂട്ടലുകൾ വേണം, വലിയ ഉത്തരവാദിത്തമുള്ള തീരുമാനങ്ങൾ എടുക്കണം. അപ്പോൾ ഇവിടെ AIക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാം, അതായത് പൊതുജനങ്ങളുടെ സുരക്ഷ, സൗകര്യങ്ങൾ, അതൊക്കെ കൂട്ടാൻ AI എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ സാധാരണ ഒരാൾ ചിന്തിക്കും, കെട്ടിടം പണിത് കഴിഞ്ഞാൽ പിന്നെ AIക്ക് അവിടെ എന്ത് കാര്യം, അല്ലേ? അതെ അതെ. അവിടെയാണ് ഈ സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിംഗ്, അതായത് SHM വരുന്നത്. SHM, അതായത് പണി കഴിഞ്ഞ നിർമ്മിതികളെ ഒരു തരത്തിൽ പറഞ്ഞാൽ 24/7 നിരീക്ഷിക്കുകയാണ് AI ചെയ്യുന്നത്. അതെ അതെ. നമ്മുടെ കയ്യിലുള്ള ലേഖനത്തിൽ പറയുന്ന പോലെ സെൻസറുകൾ വെച്ചിട്ട്, ചിലപ്പോൾ സ്മാർട്ട് ക്യാമറകൾ, ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ വിള്ളൽ വന്നാൽ പോലും, അല്ലെങ്കിൽ തുരുമ്പെടുക്കുന്നത്, ചിലപ്പോൾ ഒരു ചെറിയ വൈബ്രേഷൻ, ഇതൊക്കെ AI കണ്ടുപിടിക്കും. ശരിയാണ്. ഇത് നേരത്തെ അറിയുന്നത് വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ ഒരുപാട് സഹായിക്കുമല്ലോ. തീർച്ചയായും. ആ പ്രെഡിക്ഷൻ, അതായത് അപകടം വരും മുൻപേ അറിയാൻ പറ്റുന്നത്, അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിനും അപ്പുറം ഡിസൈൻ ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ AI വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഓഹോ, ഡിസൈനിലോ? അതെ. പണ്ടൊക്കെ എഞ്ചിനീയർമാർ അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണല്ലോ ഡിസൈൻ ചെയ്യുന്നത്. ഇന്നങ്ങനല്ല. AIക്ക് ആയിരക്കണക്കിന് ഡിസൈൻ ഓപ്ഷൻസ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ആയിരക്കണക്കിനോ? അതെ. നമ്മുടെ ആ പവർ പോയിന്റ് സംഗ്രഹത്തിൽ പറയുന്നില്ലേ, ജനറ്റിക് അൽഗോറിതം പോലുള്ള ടെക്നിക്കുകൾ, അതൊക്കെ ഉപയോഗിച്ച് ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ട് ഏറ്റവും ബലമുള്ള ഡിസൈൻ ഏതാണെന്ന് AIക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ മെറ്റീരിയൽ ലാഭം, ചെലവ് കുറയും, അങ്ങനെ പല ഗുണങ്ങളുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ, അത് BIM ഇല്ലേ, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, BIM, ആ പ്ലാറ്റ്ഫോമുകളുമായിട്ട് ചേരുമ്പോൾ പിന്നെയും മെച്ചപ്പെടുമോ? രണ്ടും കൂടെ ഒരുമിച്ച് വന്നാൽ എന്താണ് ഗുണം? അത് നല്ലൊരു പോയിന്റാണ്. BIM എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടത്തിന്റെ കംപ്ലീറ്റ് ഡിജിറ്റൽ മോഡലാണല്ലോ. ഡിസൈൻ മാത്രമല്ല, അതിലെ പൈപ്പ് ലൈൻ, ഇലക്ട്രിക്കൽ വയറിംഗ്, ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം അതിലുണ്ടാകും. ഉദാഹരണത്തിന് ഒരു ബീമും ഒരു പൈപ്പും ഒരേ സ്ഥലത്ത് വരുന്നത്, അങ്ങനെയുള്ള ക്ലാഷുകൾ, അത് പണി തുടങ്ങിയിട്ട് കണ്ടുപിടിച്ചാൽ ബുദ്ധിമുട്ടാണല്ലോ. അതെ, അത് നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ AIക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോ പിന്നെ പൊളിച്ചു പണിയണ്ട, അധികം കാശു ചെലവാകില്ല. ഓക്കെ, അപ്പോൾ ഡിസൈൻ കഴിഞ്ഞു. ഇനി പണി തുടങ്ങുമ്പോൾ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ AIക്ക് റോളുണ്ടോ? ഷെഡ്യൂൾ ചെയ്യുക, സാധനങ്ങൾ എത്തിക്കുക, സൈറ്റിലെ പണികൾ ഓർഗനൈസ് ചെയ്യുക, ഇതിലൊക്കെ ഉണ്ട്. നിർമ്മാണ മാനേജ്മെന്റിൽ AIക്ക് നല്ല പങ്കുണ്ട്. പ്രോജക്റ്റ് എപ്പോൾ തീരുമെന്ന് ഏകദേശം പ്രവചിക്കാൻ പറ്റും. എവിടെയാണ് പണി വൈകാൻ സാധ്യത, ഏതൊക്കെ ടാസ്കുകൾക്കാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത് എന്നൊക്കെ AIക്ക് പറയാൻ കഴിയും. അതെങ്ങനെയാ? സൈറ്റില് IoT സെൻസറുകൾ വെച്ചിട്ടുണ്ടാവും. അത് തത്സമയം ഡാറ്റ തരും. ഈ ഡാറ്റ വെച്ചിട്ട് അവിടെയുള്ള ആളുകൾ, മെഷീനുകൾ, സാധനങ്ങൾ, ഇതൊക്കെ ഏറ്റവും എഫക്റ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് AI പ്ലാൻ ചെയ്യും. കൊള്ളാം. നമ്മുടെ സോഴ്സുകളിൽ പറയുന്ന പോലെ റോബോട്ടിക്സ്, 3D പ്രിന്റിംഗ് ഒക്കെ വന്നാൽ പണി വേഗം തീരും, ക്വാളിറ്റിയും കൂടും. ഇത് കൊള്ളാമല്ലോ. അപ്പോൾ ഡിസൈൻ, കൺസ്ട്രക്ഷൻ, പിന്നെ ആ SHM വെച്ചുള്ള മോണിറ്ററിംഗ്, ഇത് കൂടാതെ വേറെ എവിടെയൊക്കെയാണ് AI ഉപയോഗം വരുന്നത്? നിങ്ങളുടെ ലേഖനത്തിൽ ട്രാഫിക്, പിന്നെ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, മണ്ണിനെക്കുറിച്ചുള്ള പഠനം, ജലവിഭവം, ഇതിലൊക്കെ AI ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായും. മണ്ണിന്റെ ബലം എത്രയുണ്ടെന്ന് കണ്ടെത്താനും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പ്രവചിക്കാനുമൊക്കെ AI മോഡലുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ആണോ? പിന്നെ ട്രാഫിക് സിഗ്നലുകൾ ഓട്ടോമാറ്റിക്കായി കൺട്രോൾ ചെയ്യാൻ. സ്മാർട്ട് സിഗ്നൽസ്. അതെ. വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുണ്ടോ എന്ന് മുൻകൂട്ടി അറിയാൻ, ഡാമുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ, ഇതിനെല്ലാം AI ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ഡിജിറ്റൽ ട്വിൻ എന്നൊരു സംഗതിയുണ്ട്. ഡിജിറ്റൽ ട്വിൻ അതെന്താണ്? അതായത് ഒരു യഥാർത്ഥ പാലം അല്ലെങ്കിൽ കെട്ടിടം, അതിന്റെ ഒരു വെർച്വൽ കോപ്പി ഉണ്ടാക്കുക, തത്സമയ ഡാറ്റ ഉപയോഗിച്ചിട്ട്.
എന്നിട്ട് ഈ വെർച്വൽ മോഡലിൽ നമുക്ക് പല ടെസ്റ്റുകളും നടത്താം. ഓക്കെ. അപ്പോൾ യഥാർത്ഥ സ്ട്രക്ചറിന് ഭാവിയിൽ എന്ത് സംഭവിക്കാം, എപ്പോഴാണ് മെയിൻ്റനൻസ് വേണ്ടിവരിക, ഈ പ്രെഡിക്റ്റീവ് മെയിൻ്റെനൻസ്, അതൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്യാൻ പറ്റും. കൊള്ളാം. അപ്പോൾ ശരിക്കും ഡിസൈൻ മുതൽ അത് പണിത് പിന്നെ അത് നിലനിൽക്കുന്നിടത്തോളം കാലം AI-ക്ക് ഒരു റോളുണ്ടെന്ന് പറയാം. ഇത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാവിയെ തന്നെ മാറ്റിയെഴുതുമെന്ന് തോന്നുന്നു. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൂടുതൽ മികച്ചതും സുരക്ഷിതവും ഒരുപക്ഷെ കൂടുതൽ സസ്റ്റൈനബിളുമാക്കാൻ ഇത് സഹായിക്കും. കഴിവുകൾ കൂട്ടുന്ന ഒരു ടൂളാണ്, ഒരു സഹായി എന്ന് പറയാം. ശരിയാണ്. ഈ ഡേറ്റ അനാലിസിസ് പോലുള്ള കാര്യങ്ങൾ AI ചെയ്യുമ്പോൾ എഞ്ചിനീയർമാർക്ക് കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ സമയം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനായൊരു ചോദ്യം തരാം. ഈ AI ടൂളുകളൊക്കെ സാധാരണമാകുമ്പോൾ ഭാവിയിലെ സിവിൽ എഞ്ചിനീയർമാർക്ക് ഈ ടെക്നിക്കൽ സ്കിൽ മാത്രം മതിയോ, അതോ ഈ AI തരുന്ന സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗിക്കാൻ വേറെ എന്ത് പുതിയ ചിന്താരീതികൾ, കഴിവുകളൊക്കെ ആയിരിക്കും വേണ്ടിവരിക?